രമേശ് വർമ്മ കേരളത്തിലെ വ്യാപാര രംഗത്ത് ഏറെ പേരുകേട്ട വ്യക്തി. അദ്ദേഹത്തിന്റെ അഭിമാനമായ സംരംഭം ത്രിവേണി സൂപ്പർ മാർക്കറ്റ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്വാസത്തിന്റെ ഒരു ചിഹ്നമായി വളർന്നു. ഒരു ചെറിയ സംരംഭമായി ആരംഭിച്ച ഈ വ്യാപാരം ഇന്ന് കേരളത്തിന്റെ പല ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. 15ഓളം ബ്രാഞ്ചുകളുള്ള വലിയ ശൃംഖലയായി മാറിയിരിക്കുന്നു. ഓരോ ബ്രാഞ്ചും ഒരു കട മാത്രമായിരുന്നില്ല. അത് രമേശ് വർമ്മയുടെ കഠിനാധ്വാനത്തിന്റെ, ദൂരദർശനത്തിന്റെയും കൃത്യമായ പദ്ധതികളുടെയും ഫലമായിരുന്നു. ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള സാധനങ്ങൾ നൽകുന്നതോടൊപ്പം ജീവനക്കാർക്ക് നല്ലൊരു ജോലി സ്ഥലം ഒരുക്കുക എന്ന അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. ജീവിതം എപ്പോഴും തിരക്കുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. രാവിലെ തുടങ്ങുന്ന മീറ്റിംഗുകൾ മുതൽ രാത്രി വരെ നീണ്ടു നിൽക്കുന്ന ബിസിനസ് ചർച്ചകൾ. ഇതിനിടയിൽ വിശ്രമത്തിന് പോലും സമയം കിട്ടുവാറില്ല. പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുവാൻ, നിലവിലുള്ളവയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തൽ, അക്കൗണ്ടുകൾ പരിശോധിക്കൽ, എല്ലാം കൂടി അദ്ദേഹത്തിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ നിറയുന്നതായിരുന്നു ജീവിതം. എന്നിരുന്നാലും ഈ തിരക്കുകൾക്കിടയിൽ പോലും അദ്ദേഹം ഒരിക്കലും മറക്കാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. തന്റെ സ്ഥാപനത്തിന്റെ അടിത്തറയായ ജീവനക്കാർ. ഓരോ ബ്രാഞ്ചിലും ജോലി ചെയ്യുന്ന ആളുകളുടെ നന്മയും ക്ഷേമവും അദ്ദേഹത്തിന് ഏറെ പ്രാധാന്യമുള്ളതായിരുന്നു. അവരുടെ സന്തോഷവും സംതൃപ്തിയും തന്നെയാണ് ബിസിനസിന്റെ യഥാർത്ഥ വളർച്ചയ്ക്ക് കാരണമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ തിരക്കേറിയ ജീവിതത്തിനിടയിൽ പോലും അദ്ദേഹം സമയം കണ്ടെത്തി ജീവനക്കാരുടെ പ്രശ്നങ്ങൾ അന്വേഷിച്ചറിയുവാറുണ്ടായിരുന്നു. അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും ജോലി സ്ഥലത്തെ സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നും അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ നൽകുവാൻ എന്തൊക്കെ ചെയ്യണമെന്നും എല്ലാം അദ്ദേഹം നിരന്തരം ചിന്തിച്ചു. ഒരു ദിവസം ഈ ചിന്തകൾ അദ്ദേഹത്തെ ഒരു തീരുമാനത്തിലേക്ക് നയിച്ചു. തൃശൂർ ബ്രാഞ്ചിലെ ജോലിക്കാരുടെ യഥാർത്ഥ അവസ്ഥ നേരിട്ടറിയണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. എന്നാൽ ഒരു ഉടമയായി പോകുന്നത് ശരിയായ ചിത്രം കാണിച്ചു തരില്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അതുകൊണ്ട് മറ്റൊരു സാധാരണ മനുഷ്യന്റെ വേഷത്തിൽ തൃശൂർ ബ്രാഞ്ചിലേക്ക് പോകുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ തന്റെ വ്യക്തിത്വം മറച്ചു പിടിച്ച് സാധാരണ ഒരാളായി അദ്ദേഹം തൃശൂർ ബ്രാഞ്ചിലെത്തി. കടയ്ക്കുള്ളിൽ കയറുന്ന വേളയിൽ രമേശ് വർമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടത് അകത്തുള്ള അവസ്ഥയായിരുന്നു. സാധനങ്ങളെല്ലാം അങ്ങിങ്ങുമായി വലിച്ചു വാരിയിട്ട് കിടക്കുന്നു. ഷെൽഫുകൾ ക്രമമില്ലാതെ, ചില ഭാഗങ്ങളിൽ സാധനങ്ങൾ തീർന്നതുപോലെ തോന്നുന്നു. ഒരു വലിയ സ്ഥാപനത്തിന്റെ ബ്രാഞ്ച് എന്നതിലുപരി ആകെ ഒരു അസ്വസ്ഥയും അലക്ഷതയും നിറഞ്ഞിരുന്ന ദൃശ്യമായിരുന്നു അദ്ദേഹം കണ്ടത്. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു നിരാശ പടർന്നു. ഇത് തന്നെയാണ് ഞാൻ സൃഷ്ടിച്ച സ്ഥാപനത്തിന്റെ നിലവാരം എന്ന ചോദ്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ തുളച്ചു. അങ്ങനെ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ സെക്ഷനിലേക്ക് അദ്ദേഹത്തിന്റെ കണ്ണു തിരിഞ്ഞു. അവിടെ ഒരു യുവതി കസേരയിൽ മിണ്ടാതെ കരയുകയായിരുന്നു. കണ്ണുനീർ തുളുമ്പുന്ന മുഖം, ക്ഷീണവും ഇത് കണ്ടപ്പോൾ രമേശിന്റെ മനസ്സൊന്നും നൊമ്പരിച്ചു. അദ്ദേഹം ഒന്നും അറിയാത്തതുപോലെ കുറച്ച് സാധനങ്ങൾ എടുത്തു. പിന്നീട് ശാന്തമായി ബില്ലിംഗ് കൗണ്ടറിലേക്ക് നടന്നു. അദ്ദേഹം യുവതി പെട്ടെന്ന് കണ്ണുകൾ തുടച്ചു. തന്റെ ഒരു പുഞ്ചിരി മുഖത്ത് വരുത്തി പതിവ് പോലെ ബില്ലടിക്കുവാൻ തയ്യാറായി. ആ പെൺകുട്ടിയുടെ പേരാണ് മീര. സർ, സാധനങ്ങൾ ഇങ്ങു തരൂ, അവൾ പറഞ്ഞു. അദ്ദേഹം അവളെ കുറച്ചു നിമിഷം ഒന്ന് ശ്രദ്ധിച്ചു. പിന്നെ മൃദുവായി ചോദിച്ചു, എന്താണ് പ്രശ്നം? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ആദ്യമൊന്നും അവൾ ഒന്നും പറയുവാൻ തയ്യാറായില്ല. ഒന്നുമില്ല സാർ എന്ന് മറുപടി പറഞ്ഞു. എന്നാൽ അവളുടെ കണ്ണുകൾ അവളുടെ മനസ്സിലെ ഭാരത്തെ മറയ്ക്കുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പിന്നെയും തുടർന്നു, ഞാനൊരു ഉപഭോക്താവാണ്, പക്ഷേ ഒരു മനുഷ്യനും ആണ്. നിങ്ങൾക്ക് എന്തു പറയുവാൻ തോന്നിയാലും പറയാം എന്ന് രമേശ് വർമ്മ സാവധാനമായി പറഞ്ഞു. അത് കേട്ടപ്പോൾ മീര അടക്കി വെച്ചിരുന്ന വികാരങ്ങൾ പുറത്തേക്കൊഴുകി. സർ, എന്റെ പേര് മീര. എന്റെ മോൾ ആശുപത്രിയിലാണ്. ഒരാഴ്ച കഴിഞ്ഞാൽ ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ട് അവൾക്ക്. പക്ഷേ മീരയുടെ വാക്കുകൾ ഇവിടം കൊണ്ട് നിർത്തിയില്ല. കണ്ണുനീർ വീണ്ടും ഒഴുകി. ആശുപത്രിയുടെ ബില്ലടയ്ക്കുവാൻ പോലും പണമില്ലേ സാർ? ഇത് കേട്ടപ്പോൾ രമേശ് വർമ്മയുടെ മനസ്സിൽ ഒരു ഭാരം നിറഞ്ഞു. അദ്ദേഹം ശാന്തമായി ചോദിച്ചു, എന്താണ്, നിങ്ങൾക്കിവിടെ ശമ്പളമൊന്നും കിട്ടുന്നില്ലേ? മീര ഇത് കേട്ടപ്പോൾ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, സർ, 3 മാസമായി ശമ്പളം കിട്ടിയിട്ടില്ല. ആ വാക്കുകൾ രമേശ് വർമ്മയുടെ ഉള്ളിൽ മിന്നലായി പാഞ്ഞു. പുറത്തേക്കൊന്നും പ്രകടിപ്പിക്കാതെ നിന്നെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സ് ആഴത്തിൽ ഞെട്ടിപ്പോയിരുന്നു. ഒരു ബ്രാഞ്ചിൽ 3 മാസം ശമ്പളം നൽകാതിരിക്കുന്നു എന്നത് ഒരു സാധാരണ പ്രശ്നമല്ല. ഗുരുതരമായ അനസ്ഥയോ അതിൽ വലിയ എന്തോ ഒളിഞ്ഞിരിക്കുന്നതോ ഉണ്ടെന്ന് അദ്ദേഹത്തിന് ഉടൻ മനസ്സിലായി. അദ്ദേഹം ആ ദിവസം കൂടുതലൊന്നും പറയാതെ ശാന്തമായി അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. പിന്നീട് ആരും തിരിച്ചറിയാതിരിക്കുവാൻ അദ്ദേഹം തൃശ്ശൂരിലെ തന്നെ ചെറിയൊരു ഹോട്ടലിൽ മുറിയെടുത്തു. അവിടെ താമസിച്ച് ആരും അറിയാത്ത രീതിയിൽ അദ്ദേഹം ഒരു അന്വേഷണം തുടങ്ങുകയായിരുന്നു.
അടുത്ത കുറച്ച് ദിവസങ്ങൾ രമേശ് വർമ്മ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ജീവനക്കാരുമായുള്ള സാധാരണക്കാരനെ പോലെ സംസാരിച്ച് വിവരങ്ങൾ ശേഖരിച്ചു. അക്കൗണ്ടുകളെ കുറിച്ചും പരോക്ഷമായി അന്വേഷിച്ചു. ബാങ്ക് ഇടപാടുകൾ, ശമ്പള രേഖകൾ എല്ലാം സൂക്ഷ്മമായി പരിശോധിച്ചു. അവസാനം സത്യാവസ്ഥ അദ്ദേഹത്തിന് വ്യക്തമായി. കമ്പനിയിൽ നിന്ന് ജീവനക്കാരുടെ ശമ്പളത്തിനായി അയച്ചിരുന്ന പണം ശരിയായി എത്തിയിരുന്നുവെങ്കിലും അത് ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് പോകുന്നില്ല. ഇടയിൽ തന്നെ അത് തടഞ്ഞുവെച്ച് ബ്രാഞ്ച് മാനേജർ അഴിമതി നടത്തുകയാണ്. ആ സത്യം മനസ്സിലാക്കിയപ്പോൾ രമേശ് വർമ്മയുടെ ഉള്ളിൽ കോപവും വേദനയും ഒരുമിച്ച് ഉയർന്നു. തന്റെ വിശ്വാസവും ദുരുപയോഗം ചെയ്ത ഒരാളുടെ ദ്രോഹം അദ്ദേഹത്തെ ഏറെ ബാധിച്ചു. എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് വ്യക്തമായപ്പോൾ രമേശ് വർമ്മ വീണ്ടും മീരയെ കാണുവാൻ തയ്യാറായി. തൃശൂർ ബ്രാഞ്ചിലും എത്തി മീരയെ കണ്ടു. അവളെ ഒന്ന് മാറ്റി നിർത്തി ആരും കേൾക്കാത്ത വിധം ശാന്തമായി സംസാരിച്ചു. അദ്ദേഹം തന്റെ കയ്യിൽ നിന്നൊരു ചെറിയ മൈക്രോ ക്യാമറയും റെക്കോർഡിംഗ് ഉപകരണവും പുറത്തെടുത്തു. ഇവിടുത്തെ അഴിമതിയെല്ലാം നമുക്ക് പുറത്തു കൊണ്ടുവരണം. ഇത് നിന്റെ ഷർട്ടിന്റെ അവിടെ കുത്തിയാൽ മാത്രം മതി. ഇവിടെയുള്ള അഴിമതികൾ എന്തൊക്കെയാണെന്ന് നീ കണ്ടെത്തണം. പിന്നീട് മാനേജറോട് സംസാരിക്കുമ്പോൾ എനിക്കിതിൽ ഒരു ഷെയർ വേണമെന്നും ഞാൻ ഇവിടുത്തെ അഴിമതികളെല്ലാം കണ്ടെത്തിയെന്നും നീ പറയണം. ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുന്നത് ഞങ്ങളുടെ സാധാരണ ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നില്ല എന്നും നീ പറയണം. മീര ഒരു നിമിഷം തളർന്നു നിന്നു. അവളുടെ മുഖത്ത് ഭയവും ആശങ്കയും വ്യക്തമായി. സർ, എന്റെ ജോലി പോകുമോ? മീര വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. രമേശ് വർമ്മ ശാന്തമായി അവളെ ആശ്വസിപ്പിച്ചു. മീര, ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഞാനുണ്ടാകും നിന്റെ കൂടെ. ആ വാക്കുകൾ മീരയ്ക്ക് ചെറിയൊരു ധൈര്യം നൽകി. അവൾ ക്യാമറ ഷർട്ടിന്റെ സൈഡിൽ കുത്തി ഒരു ദീർഘശ്വാസം വിട്ടു. ശേഷം ധൈര്യം ചേർന്ന് മാനേജറുടെ ക്യാബിനിലേക്ക് അവൾ നടന്നു. അവൾ ഒരു നിമിഷം മിണ്ടാതെയിരുന്നു. പിന്നെ ഉറച്ചു നിന്നുകൊണ്ട് മാനേജറുടെ ക്യാബിനിലേക്ക് കയറി. പിന്നീട് മാനേജറോട് അവൾ പറഞ്ഞു, ഈ സ്ഥാപനത്തിന്റെ അഴിമതികളെല്ലാം ഞാൻ കണ്ടെത്തി. എനിക്ക് അതിൽ നിന്ന് ഒരു ഓഹരി തന്നില്ലെങ്കിൽ ഞാൻ ഇതെല്ലാവരോടും അറിയിക്കും. മാനേജർ ആദ്യമൊന്ന് അമ്പരന്നെങ്കിലും ഉടനെ തന്നെ അഹങ്കാരത്തോടെ ചിരിച്ചു. ഇവിടത്തെ ഉടമയ്ക്ക് ഇതൊന്നും നോക്കുവാൻ തന്നെ സമയമില്ല. നീ ഇത് ആരോടും പറയാതെ നിന്നാൽ നിനക്കും ഞാനൊരു പങ്ക് തരാം. മാനേജറുടെ വാക്കുകൾ അവസാനിച്ചത് മാത്രം ക്യാബിന്റെ വാതിൽ പെട്ടെന്ന് തുറന്നു. പോലീസുകാർ അകത്ത് കയറി വന്നു. നിങ്ങൾ അറസ്റ്റിലാണോ? ഒരാൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. മാനേജർ ഞെട്ടിപ്പോയി. അവിടെ എന്താണ് നടക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാത്ത രീതിയിൽ പോലീസുകാർ മാനേജറെ പിടികൂടി. അതേസമയം വാതിൽക്കൽ നിന്നുകൊണ്ട് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന രമേശ് വർമ്മ അകത്തേക്ക് കയറി. തന്റെ യഥാർത്ഥ രൂപത്തിൽ മാനേജർ അവനെ കണ്ടപ്പോൾ ഒന്ന് വിറച്ചു. ഒരു നിമിഷം പോലും കളയാതെ രമേശ് വർമ്മ മുന്നോട്ട് ചെന്നു. ശേഷം മാനേജറുടെ മുഖത്തേക്ക് നോക്കി രമേശ് വർമ്മ ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു, ഇത്രയും നാളായി നീ എന്നെയും ഇവിടുത്തെ ജോലിക്കാരെല്ലാം കബളിപ്പിക്കുകയായിരുന്നു. പിന്നീട് രമേശ് വർമ്മ മീരയിലേക്ക് തിരിഞ്ഞു. നന്ദി മീര, നീ വലിയൊരു കാര്യം ചെയ്തു, അദ്ദേഹം ആത്മാർത്ഥമായി പറഞ്ഞു. അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. ഇത്തവണ വേദന കൊണ്ടല്ല, ആശ്വാസം കൊണ്ടായിരുന്നു. അവിടെ തന്നെ രമേശ് വർമ്മ ഒരു തീരുമാനമെടുത്തു. ഇനി മുതൽ ഈ ബ്രാഞ്ചിന്റെ മാനേജർ നീയാണ്. മീരയ്ക്ക് ആ വാക്കുകൾ വിശ്വസിക്കുവാൻ പോലും കഴിഞ്ഞില്ല. ഒരു സാധാരണ ജീവനക്കാരിയായി തുടങ്ങി തന്റെ സത്യസന്ധതയും ധൈര്യവും കൊണ്ട് അവൾ ഇന്നൊരു മാനേജറായി ഉയർന്നിരിക്കുന്നു. അതിനുശേഷം കാര്യങ്ങൾ വേഗത്തിൽ മാറി. മീര മാനേജറായി ചുമതലയേറ്റതോടെ തൃശൂർ ബ്രാഞ്ചിന്റെ നില മുഴുവനായി മാറി. ക്രമമില്ലാതെ കിടന്നിരുന്ന സാധനങ്ങളെല്ലാം ശരിയായി അറ്റകുറ്റപ്പണികൾ ചെയ്ത് ക്രമപ്പെടുത്തി. ജീവനക്കാർക്ക് സമയത്ത് ശമ്പളം ലഭിക്കുവാൻ തുടങ്ങി. മാത്രമല്ല അവരുടെ പ്രയത്നത്തിന് യോജിച്ച രീതിയിലുള്ള ശമ്പള വർധനവും നടപ്പിലാക്കി. ജോലി സ്ഥലത്ത് ഒരു പുതുമയുള്ള ഉത്സാഹവും ആത്മവിശ്വാസവും നിറഞ്ഞു. ഇത് നേരിട്ട് ഉപഭോക്താക്കളിലും പ്രതിഫലിപ്പിച്ചു. മുൻപ് പരാതികൾ പറഞ്ഞിരുന്നവർ ഇപ്പോൾ സന്തോഷത്തോടെ ഷോപ്പിംഗ് ചെയ്യുവാൻ തുടങ്ങി. സേവനം മെച്ചപ്പെടുത്തതോടെ കൂടുതൽ ആളുകൾ തൃശൂർ ബ്രാഞ്ചിലേക്ക് തിരിഞ്ഞു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ ബ്രാഞ്ച് മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ ഒരു യൂണിറ്റായി മാറി. എന്നാൽ ഈ മാറ്റം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. മറ്റു ബ്രാഞ്ചുകളിൽ ചില മാനേജർ ഇത് സഹിക്കുവാൻ കഴിഞ്ഞില്ല. ഒരു സാധാരണ ജീവനക്കാരി ഇത്രയും വേഗം ഉയർന്നത് ഇങ്ങനെ വിജയിക്കാമായോ എന്ന അസൂയം അവരുടെ മനസ്സിൽ വളർന്നു. മീരയുടെ വളർച്ച അവരുടെ സ്ഥാനത്തിലേക്കുള്ള ഭീഷണിയായി അവർ കാണുവാൻ തുടങ്ങി. അങ്ങനെ അവർ ഒരു കപടമായ പദ്ധതി തയ്യാറാക്കി. തൃശൂർ ബ്രാഞ്ചിന്റെ നല്ല പേര് തകർക്കുവാൻ അവിടെ വിറ്റിരുന്ന പാലിൽ മായം കലർത്തി ആരും ശ്രദ്ധിക്കാത്ത സമയത്ത് അത് നടപ്പിലാക്കി. അത് അധികം വൈകാതെ തന്നെ പ്രതിഫലിച്ചു. പാൽ വാങ്ങിയ ഉപഭോക്താക്കൾ പരാതി ഉന്നയിക്കുവാൻ തുടങ്ങി. ചിലർ അസ്വസ്ഥത അനുഭവപ്പെട്ടു. ഇവിടെ മായം കലർത്തിയ സാധനങ്ങളാണ് വിൽക്കുന്നതെന്ന് ആരോപണം പടർന്നു. അല്പസമയക്കുള്ളിൽ തന്നെ ഉപഭോക്താക്കൾ ബ്രാഞ്ചിനെതിരെ തിരിഞ്ഞു. ഒരു നിമിഷം കൊണ്ട് ഉയർന്ന വിശ്വാസം വീണ്ടും തകർന്നു വീഴുവാൻ തുടങ്ങി. സ്ഥിതി കൈവിട്ടു പോകുന്നതിന് മുൻപ് മീര ഉടൻ തന്നെ പ്രവർത്തിച്ചു. അവൾ നേരെ ഓഫീസിലേക്ക് പോയി CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുവാൻ തുടങ്ങി. ഓരോ ക്യാമറയും ശ്രദ്ധപൂർവ്വം പരിശോധിച്ചപ്പോൾ ഒരു സംശയാസ്പദമായ കാഴ്ച അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരാൾ നിശബ്ദമായി ബ്രാഞ്ചിനുള്ളിലേക്ക് കയറുന്നു. ആരും കാണാത്ത സമയത്ത് പാലിന്റെ കുപ്പികൾക്കുള്ളിലും എന്തോ കലർത്തുന്നു. പിന്നെ വേഗത്തിൽ പുറത്തേക്ക് പോകുന്നു. മീരയുടെ കണ്ണുകൾ ഒരുപാട് വ്യക്തത വന്നു. അത് നിശ്ചയമായും ഒരു കുടുക്കാണ് എന്ന് അവൾക്ക് മനസ്സിലായി.
അതിനിടെ സൂപ്പർ മാർക്കറ്റിന് പുറത്ത് ആളുകൾ കൂടി. ഉപഭോക്താക്കളുടെ പ്രതിഷേധം ശക്തമായി. അവിടെ തന്നെ രമേശ് വർമ്മയും പോലീസും എത്തിയിരുന്നു. മീര ഒരു നിമിഷം പോലും കളയാതെ ലാപ്ടോപ്പ് എടുത്ത് പുറത്തേക്കോടി. സാർ, ഇത് നോക്കൂ, അവൾ ധൈര്യത്തോടെ പറഞ്ഞു. അവൾ CCTV ദൃശ്യങ്ങൾ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. ആ ദൃശ്യങ്ങൾ വ്യക്തമായി കാണാമായിരുന്നു. പാലിൽ മായം കലർത്തുന്ന ആ വ്യക്തി. അത് കണ്ടതോടെ അവിടെ നിന്നിരുന്ന ജനക്കൂട്ടത്തിന്റെ നിലപാട് മാറി. പ്രതിഷേധം ശാന്തമായി. സത്യാവസ്ഥ എല്ലാവർക്കും മനസ്സിലായി. പോലീസ് ഉടൻ തന്നെ നടപടി തുടങ്ങി. ഈ കൃത്യത്തിന് പിന്നിൽ നിന്നവരെ കണ്ടെത്തുവാൻ അന്വേഷണം വ്യാപിച്ചു. അതിന്റെ തുടർച്ചയായി ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടായിരുന്ന മറ്റ് ബ്രാഞ്ചിലെ മാനേജറുകളെല്ലാം പുറത്താക്കി. മീര ധൈര്യവും സമയത്തോടു കൂടിയുമുള്ള തീരുമാനം ഒരു വലിയ പ്രതിസന്ധിയെ തന്നെ മറിച്ച് വിജയകരമാക്കി മാറ്റി. മീരയുടെ ധൈര്യവും എല്ലാവരും വിസ്മയിപ്പിച്ചു. അവൾ CCTV തെളിവുകൾ പുറത്തു കൊണ്ടുവന്നതോടെ അവിടെ കൂടിയിരുന്ന ആളുകൾ കൈയടിച്ചു അഭിനന്ദിച്ചു. ആ ശബ്ദത്തിൽ അഭിമാനവും ആദരവും നിറഞ്ഞിരുന്നു. രമേശ് വർമ്മ അവളുടെ അടുത്തേക്ക് നടന്നു. ഒരു നിമിഷം അവളെ നോക്കി നിന്ന ശേഷം പറഞ്ഞു, ഇത് ഒരു ബ്രാഞ്ച് മാത്രം കൈകാര്യം ചെയ്യുവാനുള്ള കഴിവല്ല, മുഴുവൻ സംവിധാനവും നയിക്കുവാനുള്ള കഴിവുണ്ട് നിനക്ക്. അവിടെ തന്നെ അദ്ദേഹം ഒരു വലിയ തീരുമാനം പ്രഖ്യാപിച്ചു. മീരയെ എല്ലാ ബ്രാഞ്ചുകളുടെയും റീജിയണൽ ഹെഡായി ഞാൻ നിയമിക്കുന്നു. ആ ദിവസം മീരയുടെ ജീവിതം മറ്റൊരു ദിശയിലേക്ക് മാറി. അവൾ ഓരോ ബ്രാഞ്ചും ശ്രദ്ധപൂർവ്വം കൈകാര്യം ചെയ്തു. ജീവനക്കാരുടെ പ്രശ്നങ്ങൾ കേട്ടു. സമയത്ത് ശമ്പളം ഉറപ്പാക്കി. ഉപഭോക്താക്കളുടെ വിശ്വാസം ഉയർത്തി. ക്രമം, ഉത്തരവാദിത്തം, സത്യസന്ധത, ഈ 3 കാര്യങ്ങളും അവളുടെ നേതൃത്വത്തിൽ അടിത്തറയായി. അവളുടെ വ്യക്തിപരമായ ജീവിതം പതിയെ പ്രകാശത്തിലേക്ക് കടന്നു. ആശുപത്രിയിൽ ഉണ്ടായിരുന്ന മോളുടെ അസുഖം മാറി. ആ കുഞ്ഞ് വീണ്ടും ചിരിക്കുവാൻ തുടങ്ങി. അത് മീരയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ വിജയമായിരുന്നു. ഒരിക്കൽ മീരയ്ക്ക് പ്രസവിച്ചത് പെൺകുഞ്ഞിയായതിന്റെ പേരിൽ അവളെ ഉപേക്ഷിച്ചു പോയ ഭർത്താവ്. ഇന്ന് പക്ഷെ മീര ഒറ്റയ്ക്കല്ല. അവൾ ഒരു ശക്തിയാണ്. അവൾ ഒരു മാതാവാണ്. അവൾ ഒരു നേതാവാണ്. അവൾ ഇനി ഒരാളുടെ കരുണയിലും ജീവിക്കുന്നതല്ല. അവൾ സ്വന്തം കഴിവിൽ ഉയർന്നു നിൽക്കുന്ന ഒരാളായി മാറിയിരിക്കുന്നു. ജീവിതം ഒരിക്കലും ഒരേപോലെ ആയിരിക്കില്ല. ചിലപ്പോൾ അത് നമ്മെ തകർക്കുവാൻ ശ്രമിക്കും. പക്ഷെ തകരാതെ നിലകൊള്ളുന്നവരാണ് ഒടുവിൽ ഉയരുന്നത്. നമ്മളെ ഉപേക്ഷിച്ചവരും നമ്മളെ വില കുറച്ച് കാണുന്നവരും അവരെല്ലാം നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത് അവരല്ല. നമ്മുടെ പരിശ്രമം, നമ്മുടെ ആത്മവിശ്വാസം, നമ്മുടെ സത്യസന്ധത, അവയാണ് നമ്മുടെ ജീവിതത്തിന്റെ ദിശ മാറ്റുന്നത്. വീഴ്ചകൾ അവസാനമല്ല, അവ വിജയത്തിന്റെ ഉറവിടമായിരിക്കണം.